രാഹുൽ KP, ഇഷാൻ പണ്ഡിത, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇവരിൽ ആരെങ്കിലും ടീം വിടുമോ എന്ന് പല ആരാധകരെയും ചോദിക്കുന്നുണ്ട്. എന്തായാലും നമുക്കറിയാൻ സാധിക്കുന്നത് രണ്ടുപേരും, അതായത് രണ്ടുപേർക്കും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സ്റ്റിൽ കോൺട്രാക്റ്റ് ഉണ്ട്, അടുത്ത സീസണിലേക്കും കോൺട്രാക്റ്റ് ഉണ്ടെന്നാണ്. ഇഷാൻ പണ്ഡിതയുടെ കാര്യം കേൾക്കുന്നത്, അദ്ദേഹത്തിന് സ്റ്റിൽ കോൺട്രാക്റ്റ് ഉണ്ട്, ചിലപ്പോൾ ഈ ഒരു സീസണോട് കളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സീസണിലും പ്ലേയിങ് ടൈം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം അടുത്ത സീസൺ മറ്റേതെങ്കിലും ക്ലബ്ബിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ചിലപ്പോൾ ഈ ഒരു സീസൺ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്, പ്ലേയിങ് ടൈം കിട്ടുന്നില്ല എന്ന കാരണം കൊണ്ട് ഈ ഒരു സീസൺ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പം രാഹുൽ KPയുടെ കാര്യം സ്റ്റിൽ സംശയത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അദ്ദേഹം ടീം വിട്ടാലോ, കാരണം നമ്മുടെ ഫാൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയ അറ്റാക്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സോ അത് കുറച്ച്, അതായത് ഫാൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഒരു മികച്ച താരത്തെ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് തിരിച്ചടി. സോ ഫാൻസിൻ്റെ ഒരു മോശം ഒരു അപ്രോച്ച് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ആര് ടീം വിടണം, ആര് നിലനിൽക്കണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ രണ്ടുപേരും നിൽക്കണം എന്ന് പറയും. ഒരു പക്ഷേ ഇപ്പോൾ ഉണ്ടായ ചേഞ്ച് ഉണ്ടായില്ല, അത് പുതിയ കോച്ചൊന്നും വന്നില്ലായിരുന്നു, ഞാൻ പറയും ഇഷാൻ പണ്ഡിത ടീം വിട്ടാലും കുഴപ്പമില്ല എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ചേഞ്ച് അനുസരിച്ച് നോക്കുമ്പോൾ ഇഷാൻ പണ്ഡിത ടീമിൽ നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ആ ഒരു പ്ലേയിങ്ങിൽ വേണമെങ്കിൽ 4 ഫോറിൻ പ്ലേയേഴ്സ് വേണം. ഒന്നാമത് നമുക്കൊരു ഉറപ്പായിട്ടൊരു ഫോറിൻ CB നമ്മൾ കളിപ്പിച്ചിരിക്കും. എന്തായാലും നമുക്ക് അത്ര വലിയ ഇന്ത്യൻ ഡിഫൻഡേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡർ ഉണ്ട്. സോ ആ ഒരു പ്ലെയറിനെയും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ അവിടെ രണ്ട് നമുക്ക് കൺഫേം ആയ ഒരു പൊസിഷൻ. പിന്നെ അഡ്രിയനിലൂടെ എന്തായാലും പ്ലേയിങ്ങിലും ഉണ്ടായിരിക്കും. പിന്നെ നോവാ സദയുണ്ട്. പിന്നെ 2 അല്ലാത്ത സ്ട്രൈക്കർമാരാണോ, ഒരു സെൻറ്റർ ബാക്ക് ഒരു സ്ട്രൈക്കറും കാണും. സോ ഇവർ 6 പേരുണ്ട്. സോ ഉറപ്പായിട്ടും ഒരു ഡിഫൻഡറും ഒരു CM പിന്നെ അഡ്രിയനിലൂടെ എന്തായാലും കാണും. പിന്നെ നോവാ സദയ, അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കൊടുക്കണം, കാരണം അത്രയും വലിയ തുകയ്ക്ക് നമ്മൾ കൊണ്ടുവരുന്ന താരമാണ്. സോ ഓൾറെഡി നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സെൻറ്റർ, അതായത് ഫിനിഷിംഗ് പൊസിഷനിലേക്ക് ഒരു എന്താ പറയുക, ഒരു ഇന്ത്യൻ പ്ലെയറിൻ്റെ ആവശ്യം ചിലപ്പോൾ വന്നേക്കാം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇഷാൻ പണ്ഡിത നിലനിൽക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. കാരണം അത്യാവശ്യം ഒരു ഫിനിഷിംഗ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇടിച്ചു പിടിച്ചൊന്നും കളിക്കില്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ക്വാളിറ്റി അദ്ദേഹത്തിനുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിന്നാൽ നല്ലതാണ്, അദ്ദേഹത്തിന് കൂടുതൽ അവസരം കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു താരമാണ് KP രാഹുൽ. സോ KP രാഹുലിനെ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം സഹലിനെ വിട്ടുകൊടുത്ത അവസ്ഥ പോലെ ആയിപ്പോൾ. കാരണം KP രാഹുൽ ഭയങ്കര ടാലൻ്റായിട്ടൊരു പ്ലെയറാണ്. നമുക്കറിയാം അദ്ദേഹം അണ്ടർ 17 കളിച്ചപ്പോഴാണെങ്കിലും യൂത്ത് ലെവലിൽ ഏത് ടീം കളിച്ചാണെങ്കിലും അത്യാവശ്യം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു താരമാണ്. പക്ഷേ നമുക്കറിയാം ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കളിപ്പിച്ചില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം KP രാഹുലിൻ്റെ കളിയല്ല നമുക്കവിടെ കാണാൻ സാധിച്ചു. കാരണം നല്ല രീതിയിൽ സ്കില്ലൊക്കെ ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് KP രാഹുൽ. പക്ഷേ KP രാഹുൽ നമുക്കറിയാം ഒരു സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം സ്കില്ലൊന്നും ഇടുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവാൻ വുക്കുമനോവിച്ച് പറഞ്ഞു കാണും അദ്ദേഹത്തിനോട് സ്കില്ലൊന്നും ഇട്ട് കളിക്കണ്ട, അല്ലാതെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു കാണും. കാരണം സ്കില്ലിട്ട് കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. സോ ഉറപ്പായിട്ടും ഇവാൻ വുക്കുമനോവിച്ച് അതിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും സ്കില്ല് വേണ്ട. സോ അതുകൊണ്ടായിരിക്കാം KP രാഹുൽ അധികം സ്കില്ലൊന്നും ഇടാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേസിലൊക്കെ അത്ര മികച്ച രീതിയിൽ കളിക്കാതെ. സോ രാഹുൽ KP എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്കില്ലുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. സോ ആ ഒരു ശൈലിയും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. ഒരു താക്കോൽ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇവാൻ വുക്കുമനോവിച്ച്. സോ അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞത്. സോ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ ഒരു താക്കോൽ പൂട്ട് ഇട്ടില്ലെങ്കിൽ ISL തന്നെ ഏറ്റവും മികച്ച ഇന്ത്യൻ പ്ലെയർ ആകാൻ കഴിവുള്ളൊരു താരമാണ് രാഹുൽ KP. അദ്ദേഹത്തെ ഒരു ഫ്രീ ആയിട്ട് വിട്ട് കളിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരിക്കലും രാഹുൽ KP കളയരുത്. ആരെ കളഞ്ഞാലും അദ്ദേഹം വളരെ മികച്ചൊരു താരമാണ്.